നമ്മുടെ ജിസേലിന്റെ ഫ്രണ്ട് അക്ബർ കയറി 3-4 വട്ടം പിടിച്ചു. വഴക്കിന്റെ ഇടയ്ക്ക് പിടിച്ചു എന്ന് അവള് പറഞ്ഞിട്ടില്ല. അവൾ എന്റെ അടുത്ത് പേഴ്സണലായിട്ട് പറഞ്ഞതാ. അത് ഒനീലിന് എങ്ങനെ അറിയാം പിടിച്ചു എന്ന്? നീ കണ്ടെന്ന് ജിസേല് പറയണ്ടേ? ജിസേല് സമ്മതിക്കില്ല, ചോദിച്ചാൽ ഒന്നും സമ്മതിക്കത്തില്ല. ജിസേൽ എന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണിത്. അക്ബർ കൈയും കൊണ്ട് വന്നപ്പോഴത്തേക്കും എന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് വേറൊരു വേർഡ് ഉപയോഗിച്ച് പറഞ്ഞു. അപ്പോഴാണ് കൈ മാറ്റിയത്. ഞാനാണ് ആര്യന്റെ കൈ എടുത്ത് മാറ്റിയത് അവൻ എന്നെ പിടിച്ച സമയത്ത്. അഥവാ അങ്ങനെ ഉണ്ടെങ്കിലും അവൾ ഉറപ്പായിട്ടും പറയേണ്ടതല്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച്. അവൾ പറഞ്ഞില്ലല്ലോ. അവൾക്കില്ലാത്ത പ്രശ്നം എന്താ ഇയാൾക്ക്? അക്ബറിന്റെ കൈ എവിടെ പോകുന്നു എന്ന് നോക്കിയിരിക്കുവാണോ ഇയാള്? എനിക്കറിയാൻ മേലാച്ചോണ്ട് ചോദിക്കുവാ. ഇയാള് വാഴ പോലെ നിൽക്കുവാണോ? ഇങ്ങനെ കളിച്ചില്ലേ അപ്പോ? ജിസേലിന്റെ അങ്ങോട്ട് കൈ പോകുമായിരുന്നു നോക്കി നിൽക്കുമായിരുന്നു ഇങ്ങനെ. ആ മഡ്പിറ്റ് ടാസ്കിനിടയിൽ അവൾ എന്നോട് പറഞ്ഞു അക്ബർ കൈയും കൊണ്ട് വന്നു എന്ന്. ഒനീൽ ഇത് കണ്ടു എന്ന് പറഞ്ഞാൽ ഒനീൽ ഇതും നോക്കി നിൽക്കുമായിരുന്നു. നമ്മൾ ആരും ഇത് കണ്ടിട്ടില്ല. ജിസേൽ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ പിടിച്ചു എന്ന്. ഇത് രാത്രി ബിന്നിയും ഷാരികയും രേണുവും കൂടി നടത്തിയ ഒരു ചർച്ചയായിരുന്നു കേട്ടോ. രേണു പിന്നീടാണ് വരുന്നത്. മെയിനായിട്ട് ബിന്നിയും ഷാരികയും തമ്മിലാണ് ഈ ഒരു കോൺവെർസേഷൻ നടത്തുന്നത്. ജിസേല് നമ്മുടെ ബിന്നിയോട് പറഞ്ഞു അത്ര, ജിസേലിന്റെ ഫ്രണ്ടില് ഇൻഅപ്രോപ്രിയേറ്റ് ആയ രീതിയിൽ അക്ബർ പിടിച്ചു എന്ന്. ഒനീൽ ശ്രദ്ധിച്ചു എന്ന് മാത്രമല്ല, അത് ആരുടെയൊക്കെയോ ചെവി വഴി ഷാരികയുടെ ചെവിയിലേക്ക് എത്തുകയും ഷാരിക ഇത് ബിന്നിയോട് ചോദിക്കുകയുമാണ് ചെയ്യുന്നത്. ബിഗ് ബോസിനകത്ത് ഒരു ഫിസിക്കൽ ടാസ്കിന്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പലതും നടക്കാറുണ്ട്. കഴിഞ്ഞ സീസണിലും അതിന് മുമ്പത്തെ സീസണിലും എല്ലാ സീസണിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിൽ അക്ബറിന്റെ ഭാഗത്തോ ജിസേലിന്റെ ഭാഗത്തോ ആരുടെ ഭാഗത്തും ഒരു തെറ്റും കാണുന്നില്ല. ലൈവില് പിന്നെയും ഷാരികയും കൂടി ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതെന്റെ ഇൻട്രസ്റ്റ് പീക്ക് ചെയ്തു എന്ന് മാത്രമല്ല, പ്രേക്ഷകരെയും ഇതൊന്ന് അറിയിക്കണമെന്ന് തോന്നി. കാരണം ഇങ്ങനത്തെ ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ അധികം ആരും ശ്രദ്ധിക്കാതെ പോവാറാണ് പതിവ്.